നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് കൂടി നോക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ജസ്റ്റ് നമുക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇന്ന് നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് അവരുടെ റൊമാൻറ്റിക് മെസ്സേജസ് നോക്കാം. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് എന്താ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഓക്കെ, 10 of Wands ആണ്, Queen of Pentacles, 7 of Pentacles, ടവർ കാർഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ 9 of Wands. ഓക്കെ, നല്ല റൊമാൻറ്റിക് ഫീലിങ്സ് വരുന്ന വിചാരിച്ചത്, പക്ഷെ ഓക്കെ. ജസ്റ്റിസ്, ലവേഴ്സ് കാർഡ്, 4 of Swords, Ace of Pentacles. ഓക്കെ, ആൻഡ് ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ, Queen of Cups. ഓ വാവ്, നൈസ്. ഓക്കെ, ഇവിടെ കാണുന്നത് 10 of Wands ആണ്. 10 of Wands, ടവർ ഉണ്ട്, 9 of Wands ഉണ്ട്. സോ ഒരു അകൽച്ചയുടെ കാര്യമുണ്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻ നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് അവർ. ഓക്കെ, അവരൊരു ചെറിയൊരു ബൗണ്ടറി, അവർ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഒരുപാട് അടുപ്പം കാണിക്കുന്നില്ല. ഓക്കെ, ആ ലെവലിൽ ചെറുതായിട്ടൊരു ഡിസ്റ്റൻസ് ഇവിടെ കാണുന്നുണ്ട്. കാരണം ആക്ച്വലി ഇതിന് റീസൺ അവരുടെ ലൈഫിലെ ചില പ്രശ്നങ്ങളാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഇപ്പം എന്തോ ഒരു ഇഷ്യൂ, മെയിനായിട്ടൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് കറക്റ്റ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് കാണുന്നുണ്ട്. മേ ബി ഫാമിലിയുടെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഫാമിലിയിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യത്തിൻ്റെ ഒരു ബേർഡൻ, ആരെങ്കിലും അമ്മയോ പാരൻസോ ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ ആവശ്യമുള്ള, അതായത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ പാരൻസിനെ ടേക്ക് കെയർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, പാരൻസ് എന്ന് മാത്രമല്ല, ഈവൻ ഫാമിലി ആയാലും. ഓക്കെ, അവർക്ക് അങ്ങനെ ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങൾ അത് അവരുടെ മേലൊരു ബേർഡൻ ഉണ്ട്. ഓക്കെ, ഒരു ബേർഡൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. എന്തെങ്കിലും തരത്തിൽ. ഓക്കെ, എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഒരു ബേർഡൻ ഉണ്ട് അവരുടെ മേലെ. അത് അവർക്ക് ശരിക്കും താങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, ഫൈനാൻഷ്യൽ ബേർഡൻസ് ആയിരിക്കാം ചിലവർക്ക്. അത് ഫാമിലിയുടെ ആവണമെന്നില്ല, മീൻസ് അവർക്ക് ജനറലി അവർക്ക് പൊതുവായിട്ട് തന്നെ അവർക്ക് ഫൈനാൻഷ്യൽ ബേർഡൻ ഒരുപാടുണ്ട്. ആക്ച്വലി അവർ ഗ്രോത്ത് കാണുന്നില്ല, അവരുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഇല്ല. എന്ന് വെച്ചാൽ അവർക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവർ ഇപ്പം എന്തെങ്കിലും മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു റിസൾട്ട് അവർക്ക് കിട്ടുന്നില്ല എന്ന് പറയാം. ഓക്കെ, അവർ ബിസിനസ്സിലായാലും ശരി, ചില പ്രോഫിറ്റ് ഇല്ല, ലോസ്, എന്താ പറയുക, കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നില്ല, നല്ലൊരു ഗ്രോത്ത് ഇല്ല എന്ന് പറയാം. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമില്ല ഇവിടെ. എനിക്ക് തോന്നുന്നത് അവരുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ, അവരുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ള ചില ഇഷ്യൂസ് കാണുന്നുണ്ട്. ടവർ കാർഡ് കാണുന്നുണ്ട്. എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നിട്ടുണ്ടാവാം, പെട്ടെന്ന് എന്തെങ്കിലും ചില സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂ ആവാം, ഫൈനാൻഷ്യൽ ഇഷ്യൂ ആവാം, ഫാമിലിയിൽ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ എന്ന രീതിക്കാവാം. ഓക്കെ, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്ക് നടക്കുന്നുണ്ട് ലൈഫിൽ. ഓക്കെ, അതിനനുസരിച്ചിട്ട് അത് മീൻസ് അതുകൊണ്ട് തന്നെ അവർ പക്ഷേ നിങ്ങളോട് ആ കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, അവർ മനസ്സിൽ ആ ബേർഡൻ ഉണ്ട്, ഒരുപാട് അവർ ബേർഡൻ അനുഭവിക്കുന്നുണ്ട്, താങ്ങാൻ പറ്റുന്നില്ല അവർക്ക് ശരിക്കും. ഓക്കെ, അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് എല്ലാം ഒന്ന് താഴെയിട്ട്, ബേർഡൻ എല്ലാം താഴെയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം എന്ന രീതിക്കൊക്കെയാണ് അവർ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ചിലവർക്ക് വല്ല സ്ഥലം മാറ്റം വന്നിട്ടുണ്ടാവാം. എനിക്ക് സ്ഥലം മാറുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ലല്ലോ. ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു നല്ലൊരു മാറ്റത്തിൻ്റെ ഒരു സാഹചര്യം അവർക്ക് കാണുന്നുണ്ട്. ചിലവർക്ക്, എല്ലാവർക്കും അല്ല കേട്ടോ. ഓക്കെ, ചിലവർക്ക് ജസ്റ്റ് നമ്മൾ ലൈഫിലെ കാര്യങ്ങൾ എന്ന രീതിക്കും ആവാം. അവർ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയില്ല, അവരിൽ എന്തെങ്കിലും ലോസ് വന്നു, അല്ലെങ്കിൽ കരിയറിൽ അവർക്ക് വിചാരിച്ച പോലെ മുന്നോട്ട് ആവുന്നില്ല. ഓക്കെ, അവർക്ക് ആ മണി അപ്പോൾ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വരുന്നുണ്ടാവാം, ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ രീതിയിലൊക്കെ കുറേ പ്രശ്നങ്ങളായിട്ടാണ് എനിക്ക് കാണുന്നത്. ടവർ കാർഡ് ഇവിടെ സ്ട്രോങ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു അകൽച്ചയാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. പക്ഷേ റീസൺ ഇതാണ്, വേറെ പ്രത്യേകിച്ച് അങ്ങനത്തെ ചിലവർക്ക് മാരീഡും ആവാം. ഓക്കെ, എല്ലാവർക്കും അല്ല, ഇത് പല സിനാരിയോസ് ആണ്. ചിലവർക്ക് പാരൻസിൻ്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം, അല്ലെങ്കിൽ ചിലവർക്ക് ഈവൻ മാരീഡ് ആണെങ്കിൽ അതിൻ്റെ ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ അവരോട് ചെയ്യണമല്ലോ. കുട്ടികൾ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അവരോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് അത് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതൊരു ബേർഡൻ ആയിട്ട് അവരെ മേലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ വല്ലാതെ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്ന് നിൽക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ജസ്റ്റിസ് കാണുന്നുണ്ട് ഇവിടെ. ജസ്റ്റിസ്, ലവേഴ്സ്, 4 of Swords, Ace of Pentacles. ഓക്കെ, അവർ ജഡ്ജ്മെൻറ്റും ഉണ്ട്. ജഡ്ജ്മെന്റ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. ഇവിടെ എവിടെയോ അവർ സത്യം പറഞ്ഞാൽ അവർ നിങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഓർക്കുന്നത്. ഫീലിങ്സിൽ
ആക്ച്വലി സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് അകന്നൊക്കെ നിൽക്കുന്നുണ്ട്, അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെ അവർ ആലോചിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ക്വീൻ അല്ല, കിങ്ങുമായിട്ട് എടുക്കാം. നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നു എന്ന് പറയാം. അവരുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷനും അവർ ഗോ ത്രൂ ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾ അവരോട് കാണിച്ച കെയർ കാര്യങ്ങളെല്ലാം അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെന്റ് ഉണ്ട് അവർക്ക്. എന്താ പറയുക, ഒരു കർമ്മയുടെ സമയമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവർ കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളുടെ. അവരുടെ ലൈഫിൽ അവർ പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്ത തെറ്റുകളുടെ ഇതായിരിക്കാം. ഓക്കെ, അവർ ഒരു ജസ്റ്റിസ് ഉണ്ട്, ജഡ്ജ്മെന്റ് ഉണ്ട്. ഇത് രണ്ടും കൂടി ഒപ്പം വരുമ്പോൾ എപ്പോഴും എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് നമ്മൾ കർമ്മ എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണും വരുമ്പോൾ നമ്മൾ അങ്ങനെ പറയും, പക്ഷെ ഇവിടെ അതില്ല. എന്നാലും ഓക്കെ, എവിടെയോ സമയം അവരെ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അവരെ ശരിക്കും അവർ ബുദ്ധിമുട്ടിലാണിപ്പോൾ എന്തൊക്കെയോ. ഓക്കെ, അപ്പോൾ ജസ്റ്റിസും കാണുന്നുണ്ട്, പക്ഷെ അവർ നിങ്ങളെക്കുറിച്ചാണ് ഓർക്കുന്നത്, അതാ പറഞ്ഞത്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സും ഉണ്ട്, ലവേഴ്സും ഉണ്ട്. അപ്പം നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട്, റൊമാൻറ്റിക് ഫീലിങ്സ് അവർക്ക് വരുന്നുണ്ട്. പക്ഷേ അകൽച്ച അവർ വെക്കുന്നുണ്ട്. കാരണം 4 ഓഫ് സോർട്സ് പറയുമ്പോൾ നമ്മളൊന്ന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ എന്ന് പറയാം നമുക്ക് ലേശം. ഓക്കെ, അവർ റെസ്റ്റ് എടുക്കുകയാണ്. ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, അവരുടെ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം, ഫാമിലിയിൽ ആരെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, അവർ റെസ്റ്റ് എടുക്കുന്ന പോലെയാണ് ഇപ്പോൾ അവർക്ക്. പക്ഷെ ഒന്നിനും വയ്യ, ഒന്നിനും ഒരു താല്പര്യമില്ല, ഒന്നിനും വയ്യാത്ത ഒരു അവസ്ഥയിലാണ്. ഒന്ന് റെസ്റ്റ് ആയിട്ട് അവർ ബ്രേക്ക് ആയിട്ട് എടുക്കുകയാണ്. ഒന്നും അവർക്ക് ചിന്തിക്കാൻ വയ്യ. ഓക്കെ, അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എഫേർട്ടാണ് നമുക്ക്, അല്ലേ? അപ്പോൾ അതൊന്നും അവർക്ക് ചെയ്യാൻ ഇപ്പോൾ താല്പര്യമില്ല. കാരണം അവർക്ക് ബുദ്ധിമുട്ടുകൾ, പല പ്രശ്നങ്ങളിലും അവർ പെട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ ആഗ്രഹിക്കുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് സൈലന്റ് ആയിട്ട് മിണ്ടാതെ എവിടെയെങ്കിലും ഒന്ന് ചുണ്ടുകൂടി കിടക്കണം എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ള. ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാട്ടോ, ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങളോടുള്ള ഫീലിങ്സ് വൈസ് പറയുമ്പോൾ വളരെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവിടെ നമ്മൾ ഫൈനാൻഷ്യൽ കാര്യത്തിന് നമ്മൾ സംസാരിച്ചു. അവർ ഫൈനാൻഷ്യൽ അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വെയിറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ആ ഒരു ഫൈനാൻഷ്യലി അവർ ഓക്കെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കാം, പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കാം. മീൻസ് ആരുടെയും എന്തെങ്കിലും അവർ ലോൺ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ആരുടെങ്കിലും പണം അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി അവർ, അല്ലെങ്കിൽ അവർക്ക് ഒരു ഫൈനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി വരാൻ അവർ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. ആ ഏസ് ഓഫ് പെന്റിക്കിൾസ് അവർ നിങ്ങൾക്ക് തരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്ത് ആ സ്നേഹം കൊണ്ട് ശരിക്കും നിങ്ങളോട് ഒരു ജഡ്ജ്മെന്റ് ചെയ്യണം, നിങ്ങളടുത്ത് ജസ്റ്റിസ് ചെയ്യണം. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് വരണം എന്നവർക്ക് ഉണ്ട്. പക്ഷെ ഇപ്പോൾ അവർ സിറ്റുവേഷൻ അത്ര ശരിയല്ല. ഓക്കെ, ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് അവർക്ക് വരുന്നുണ്ട്. നിങ്ങളെയാണ് അവരുടെ ലൈഫിൽ ശരിക്കും ഒരു സ്നേഹം അവർക്ക് കൊടുക്കുന്നതായിട്ടൊക്കെ എല്ലാം അവർ ഫീൽ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, അവർ കെയർ ചെയ്യുന്നതും എല്ലാം. ഓക്കെ, പക്ഷെ ഇതൊന്നും നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല. ഐ തിങ്ക് ആ സിറ്റുവേഷൻ അവർ അത്രയും മോശമാണ്, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോഴത്തെ അവരുടെ കറണ്ട് ഫീലിങ്സ് ഞാൻ പറഞ്ഞ ഒരു ലേശം ഒരു ഡിസ്റ്റൻസ് ആണ് നിങ്ങളുടെ അടുത്ത് കാണുന്നത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ നോക്കാം. നോക്കട്ടെ എന്താ കാർഡ്സ് വരുന്നത് അതിനനുസരിച്ച് ജസ്റ്റ് കുറച്ചൊന്ന്. 10 ഓഫ് കപ്സ്, 10 ഓഫ് സോർഡ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആൻഡ് പേജ് ഓഫ് സോർഡ്സ്, 4 ഓഫ് വൺസ്. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് മാരീഡ് ആയിരിക്കാം, ഫാമിലി ഉണ്ടാവാം. അതിപ്പോൾ മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും അവരുടെ പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അതിൻ്റെ ബേർഡൻ തന്നെയാണ് 10 ഓഫ് വൺസ്, 10 ഓഫ് സോർഡ്സ്, 10 ഓഫ് കപ്സ്. ഡെഫിനറ്റ്ലി ഫാമിലിയുടെ ബേർഡൻ ആണ് അവരുടെ മേലെ. ഓക്കെ, ഫാമിലി ടേക്ക് കെയർ ചെയ്യണം, ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെതായ സ്ട്രെസ് അവർ നല്ലോണം അനുഭവിക്കുന്നുണ്ട്. സ്വന്തം കാര്യങ്ങളും ആയിരിക്കാം, അവനവൻ്റെ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും ആവാം. ഓക്കെ, പേജ് ഓഫ് സോർഡ്സ് ഉണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സൈലന്റ് ആയിട്ട് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. 4 ഓഫ് വൺസ്, ടെമ്പറൻസ്. അവർ പക്ഷേ ഇപ്പോൾ അവരുടെ ലൈഫ് ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവർ ലൈഫ് ഒന്ന് ബാലൻസ് ആക്കാൻ ശ്രമിക്കുകയാണ്. മാരേജിൻ്റെ അല്ലെങ്കിൽ അവർ ഒരു സ്റ്റെബിലിറ്റി, അവർ ആഗ്രഹിക്കുന്നത് അവരെ മനസ്സിൽ ആ ഒരു ബാലൻസിൽ വരണമെന്ന്, എല്ലാം ഒന്ന് ശരിയായിട്ടൊന്ന് വരണം എന്ന രീതിക്ക് അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ വളരെ സ്ട്രെസ്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ആക്ച്വലി ഇത് നമ്മൾ പേജ് ഓഫ് സോർട്സ് നമ്മൾ ഒരു സ്പൈങ്ങിൻ്റെ കാര്യമൊക്കെ പറയും. ഓക്കെ, സ്റ്റോക്കിങ്, സ്പൈങ് നമുക്ക് പറയാം. അവർ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചില്ലെങ്കിലും അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അവരെവിടെയോ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ആഗ്രഹം നിങ്ങളുമായിട്ടും ഒരു ഹാപ്പി സമയങ്ങൾ എന്ന രീതിക്കായിരിക്കാം, നിങ്ങളുമായിട്ട് ബാലൻസ് വരണം എന്നും ആയിരിക്കാം. ഓക്കെ, അങ്ങനെയും പറയാം നമുക്ക്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നൈറ്റ് ഓഫ് വൺസ് ആണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, 6 ഓഫ് പെന്റിക്കിൾസ്, എല്ലാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുമായിട്ടൊരു ബാലൻസ് വരണം എന്നവർക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിന് പറ്റിയ ഒരു സമയമല്ല. അവരതുകൊണ്ട് തന്നെ ഒരു ലേശം ഇപ്പോൾ ഒരു അകൽച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കുറച്ച് സമയത്തേക്ക് ഓക്കെ അവരൊന്ന് ഓക്കെ ആയിട്ട് വരാനുണ്ട്. തൽക്കാലം നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ബോദർ ചെയ്യേണ്ട. ഓക്കെ, നമുക്ക് മെസ്സേജസ് കൂടി നോക്കാം. പേഴ്സൻ്റെ എന്താ പറയുന്നത് നോക്കാം. നിങ്ങൾ അധികം വറി ചെയ്യേണ്ട, നിങ്ങളെക്കുറിച്ചല്ല അത്. നിങ്ങൾ നകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും പ്രശ്നമായിട്ടല്ല. ഓക്കെ, അവരുടെ ലൈഫിൻ്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, ലെറ്റ്സ് സീ ഫീലിങ്സ് കൂടി എടുത്തേക്കാം. മെസ്സേജസ് എന്താണെന്ന് നോക്കാം. പേഴ്സൻ്റെ മെസ്സേജസ് എന്താണ്? വളരെ ഇരുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മഴയുടെ ഒരു ഇതാണ്.
ഓ സോറി, ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഓക്കെ, യുവർ ബ്യൂട്ടി ഈസ് സോ കാപ്റ്റിവേറ്റിംഗ് ദാറ്റ് ഐ ഫൊർഗെറ്റ് ടു ബ്ലിങ്ക്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചു തന്നെ ഇല്ല എങ്ങനെ പഠിച്ചു. ഓക്കെ, യുവർ ബ്യൂട്ടി ഈസ് സോ കാപ്റ്റിവേറ്റിംഗ് ദാറ്റ് ഐ ഫൊർഗെറ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ ഇവിടെ കാണാൻ വളരെ എന്താ പറയുക, മാൻ ആയാലും വുമൺ ആയാലും കേട്ടോ, രണ്ടും എടുത്തോളൂ. നിങ്ങളെ കാണാൻ വളരെ ഹാൻസം ആണ്, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ്, നല്ല ഭംഗിയാണ് എന്ന രീതിയിലൊക്കെയാണ് അവർ ആലോചിക്കുന്നത്. അവർക്ക് അത്രയും നിങ്ങളെ നിങ്ങൾ ശരിക്കും എങ്ങനെയാണെന്നുള്ളതല്ല, നമ്മൾ പറയില്ലേ, സ്നേഹമുള്ള ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ അത് അവരുടെ കണ്ണിൽ അത് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അവനവനെ കുറിച്ച് ചിലപ്പോൾ മതിപ്പുണ്ടാവില്ല, പക്ഷെ അവർക്ക് നിങ്ങൾ അങ്ങനെയാണ് തോന്നുന്നത്. ഐ ഹാവ് സോ മച്ച് പാഷൻ ആൻഡ് ഡിസയർ ഫോർ യു, ഇറ്റ് ഡ്രൈവ്സ് മീ മാഡ്. അവർക്ക് നിങ്ങളോട് ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ഫീലിംഗ് വരുന്നുണ്ട്, റൊമാൻറ്റിക് ഫീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, ദ സൗണ്ട് ഓഫ് യുവർ ലാഫ്റ്റർ ഇസ് ലൈക്ക് എ ഡ്രഗ് ടു മീ. ഓക്കെ, നിങ്ങൾ ചിരിക്കുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങൾ ചിരിക്കുന്ന സൗണ്ട് അവർക്ക് വലിയ ഇഷ്ടമാണ്. യു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ മീ. നിങ്ങൾ അവരിൽ ഏറ്റവും അവരുടെ ബെസ്റ്റ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾ അവരെ സഹായിക്കാറുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യൂ എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഇതിവിടെ എല്ലാം തിരിഞ്ഞു മറിഞ്ഞോ കിടക്കുന്നത്, ഞാൻ അറിഞ്ഞില്ല, സോറി. ഓക്കെ, എങ്ങനെയാണോ അങ്ങനെയൊക്കെ ആയത്. ഓക്കെ, പോട്ടെ. യു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ മീ എന്ന് പറയുന്നത് നിങ്ങൾ എവിടേക്കോ അവരെ ലൈക്ക് സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യാൻ, അവരുടെ ലൈഫിൽ എല്ലാം നല്ലത് ചെയ്യാൻ നിങ്ങൾ ഐ തിങ്ക് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അവരെ. ഓക്കെ, ലെറ്റ്സ് സീ വൺ മോർ. അല്ല, കുറച്ച് കാർഡ്സ് കൂടി ഒന്നുമില്ല. താങ്ക് യു ഫോർ ബീങ് ദെയർ ഫോർ മീ വെൻ ഐ നീഡഡ് ഇറ്റ് ദ മോസ്റ്റ്. നിങ്ങൾ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ സപ്പോർട്ട് ചെയ്തത് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് ശരിക്കും. ഓക്കെ, ആ നന്ദി ഫീലിംഗ് അവരുടെ മനസ്സിൽ ഉണ്ട്. ഐ ആം തിങ്കിങ് ഓഫ് യു ഇൻ ദിസ് വെരി മൊമെന്റ് ഐ മിസ് യു. ഓക്കെ, നമ്മൾ നോക്കുന്നതാണല്ലോ കറന്റ് ഫീലിങ്സ്. യെസ്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ട് എന്ന് കണക്കാക്കണ്ട, പക്ഷെ അവരെ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളുമായിട്ട് മുന്നോട്ട് സംസാരിക്കും. ഓക്കെ, പക്ഷെ ഐ തിങ്ക് അവരെ മൈൻഡ് ശരിയല്ല ഇപ്പോൾ. I thought this was just lust, but I was so used to love. I was not used to love flowing through me like this. Okay, അവർക്ക് ആദ്യം തോന്നിയത് നിങ്ങളുമായിട്ടുള്ളത് വെറും ഒരു ഫ്ലർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ അവർ ഒരു അട്രാക്ഷൻ മാത്രമാണ്, സെക്ഷൽ മാത്രമാണ് എന്ന രീതിക്കായിരുന്നു അവരെ മനസ്സിൽ. പക്ഷെ ഇപ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ളത് വളരെ സ്ട്രോങ് കണക്ഷൻ ആണ്, അവരുടെ ഉള്ളിൽ അത്രയും സ്നേഹം നിങ്ങൾക്ക് വേണ്ടി നിറയുന്നു എന്നാണ് പറയുന്നത്. ഐ ലവ് ദാറ്റ് ഐ ക്യാൻ ബി മൈ സെൽഫ് അറൗണ്ട് യു. വെൻ ഐ ലുക്ക് ഇൻ ടു യുവർ ഐസ് ദ ഹോൾ വേൾഡ് സ്റ്റോപ്സ് ആൻഡ് ഐ ഫൊർഗെറ്റ് വെയർ ഐ ആം. ഓക്കെ, അവർക്ക് ഒരുപാട് നിങ്ങളെ കോംപ്ലിമെന്റ് തരുന്നുണ്ട്. ഐ ലവ് ദാറ്റ് ഐ ക്യാൻ ബി. അവർ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ സ്വീകരിക്കാറുണ്ട് അവരെ. ഓക്കെ, നിങ്ങൾ അവരെ മാറ്റാൻ ശ്രമിക്കാറില്ല. ഓക്കെ, അവരെങ്ങനെയാണോ, അവർ ദേഷ്യം കാണിച്ചാലും ശരി, സ്നേഹം കാണിച്ചാലും ശരി, വല്ലതൊക്കെ നിങ്ങളെ പറഞ്ഞാലും ശരി, നിങ്ങൾ അവരെ ഒരിക്കലും മാറ്റാൻ ശ്രമിക്കാറില്ല. അവരെങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ അവരെ സ്വീകരിക്കാറുണ്ടാവും. ഓക്കെ, ആൻഡ് അവരുടെ എല്ലാം വിയേർഡ് സ്വഭാവങ്ങളോടെ തന്നെ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് അവർക്ക് വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ പോലെ അവരെ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കാറില്ല. ഓക്കെ, അത് അവർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഇപ്പം അവരിലെ അകൽച്ച ഉണ്ടെങ്കിൽ നിങ്ങളധികം വിഷമിക്കേണ്ട. ഓക്കെ, കുറച്ച് സമയം കൊടുക്കുക, ഒന്ന് സമാധാനമായിട്ട് നിങ്ങളിരിക്കുക. ഓക്കെ, നല്ല പോസിറ്റീവ് വൈബ്സ് അയക്കുക അവർക്ക്. ഓക്കെ, അവരും എല്ലാ കാര്യങ്ങളും ഒന്ന് വേഗം ബെറ്റർ ആയിട്ട് അവർ വരട്ടെ എന്ന രീതിയിൽ പോസിറ്റീവ് വൈബ്സ് അവർക്ക് കൊടുക്കുക. ഓക്കെ, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളെല്ലാവരും. നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.